ഇപ്പോൾ നിങ്ങൾ കണക്ഷൻ എടുത്തു, ജിഗാ ഫൈബർ എടുത്തു, ഒരു കൊല്ലത്തേക്ക് പേയ്മെൻറ്റ് അടച്ചു, നിങ്ങൾക്കൊരു ടി വി ഫ്രീ കിട്ടി എന്ന് വെക്കുക. നിങ്ങളൊരു ഗോൾഡ് പ്ലാനാണ് എടുത്തത്, നിങ്ങൾ ഗോൾഡ് പ്ലാൻ എടുത്തു, പൈസ അടച്ച് ഒരു കൊല്ലത്തേക്ക് പൈസ അടച്ച് ടി വി കിട്ടി. ഹായ് ഗൈസ്, ഐശ്വര്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത് ജിഗാ ഫൈബറിൻ്റെ പ്ലാനുകളാണ്. ഇതെനിക്ക് ജിയോയിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു ബ്രൗഷറാണ്. ഞാൻ ആ ബ്രൗഷർ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പം നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ഗൈസ്, പരിപാടിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അത് ഓളിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അതേമാതിരി ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ID വരുന്നത് അഴിച്ചുപണി എന്നാണ്, ഫേസ്ബുക്ക് ID വരുന്നത് സത്യാസ് അഴിച്ചുപണി എന്നാണ്. ലിങ്ക് ഇവിടെ വരും. പലരും നമ്മുടെ അടുത്ത് ചോദിച്ചായിരുന്നു, നിങ്ങൾക്ക് ജിയോനെ കുറിച്ച് വീഡിയോ ഇടുമ്പോൾ ഭയങ്കര റീച്ചബിലിറ്റി കിട്ടുന്നുണ്ടല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതൊന്നുമല്ല കാര്യം. നമുക്ക് കേരളത്തിൽ യൂട്യൂബേഴ്സ് വെച്ചിട്ട് ആകെക്കൂടെ ജിയോൻ്റെ ഒരു കണക്ഷൻ, ജിഗാ ഫൈബറിൻ്റെ കണക്ഷൻ കിട്ടിയേക്കുന്നത് എനിക്ക് മാത്രമാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ ഞാൻ നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ആകെക്കൂടെ ഉള്ളത് ഒരു ദൗത്യം. അപ്പം നിങ്ങൾ ദയവിധം അങ്ങനെ കാണുക. അപ്പം ഇതാണ് ജിഗാ ഫൈബറിൻ്റെ ബ്രൗഷറായിട്ട് വരുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഒരു ഹലോ, സെക്കൻഡ് സ്ലൈഡ് വരുന്നത് വെൽക്കം ടു ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഫോണിൻ്റെ പടം. തേർഡ് പേജ് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ, ഗെറ്റ് 1 Gbps ഇൻ്റർനെറ്റ് അറ്റ് ഹോം. 1 Gbps ഇൻ്റർനെറ്റ് അറ്റ് ഹോം എന്ന് പറയുന്നുണ്ട്, പക്ഷേ അതിൻ്റെ എത്രയാണ് നിങ്ങൾ അടയ്ക്കേണ്ടതെന്ന് നിങ്ങളിതുവരെ കണ്ടിട്ടില്ല. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പം നെക്സ്റ്റ് സ്ലൈഡ്, ഇത് വരുന്ന 100% ഫൈബർ നെറ്റ്വർക്ക് എന്നുള്ളതാണ്. അത് ഒബ്വിയസ്ലി ജിയോൻ്റെ ഗ്രേറ്റ് അഡ്വാൻറ്റേജ് ആണ്. വീട് വരെ ഫൈബർ വെച്ചിട്ടാണ് ഫുൾ കമ്മ്യൂണിക്കേഷനും വരുന്നത്. അപ്പം നിങ്ങൾക്ക് 4G വന്നപ്പോഴത്തേക്കും പലരും പറഞ്ഞു റേഞ്ച് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോളിഡ് മീഡിയം, അതായത് ഒരു ഫൈബർ കേബിളിൽ കൂടെ തന്നെയാണ് നിങ്ങൾക്ക് ഡാറ്റ വരുന്നത്. അതുകൊണ്ട് തന്നെ റേഞ്ച് അങ്ങനെ സ്റ്റെബിലിറ്റി ഇഷ്യൂസ് ഒന്നും ഇല്ല. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞ ഏപ്രിലോട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ ഒറ്റത്തവണ പോലും എൻ്റെ നെറ്റ്വർക്ക് ഡൗൺ ആയിട്ടില്ല. അപ്പം അതവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് കിടക്കാം. മീൻ ഫിക്സ്ഡ് ഡൗൺലോഡ് സ്പീഡ് Mbps 25 ഇന്ത്യ പ്രീ ജിയോ ഫൈബറിൽ 25 Mbps ആയിരുന്നു. US 90 Mbps. അതൊക്കെയാണ് അവരെക്കുറിച്ച് തന്നെ പൊക്കി പറയുന്ന സാധനങ്ങളാണ്. നിങ്ങൾക്കും കാണാൻ താല്പര്യമുണ്ടെന്ന് തോന്നല്ല. കാണണമെന്നുണ്ടെങ്കിൽ ദയവേത് വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് വായിക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഫ്രീ HD വോയിസ് കോൾസ്. ഇത് നമ്മൾ നേരത്തെ 4G വന്നപ്പോഴും കേട്ട സംഭവമാണ്. പിന്നെ വരുന്നത് അടുത്ത സ്ലൈഡ് വന്നിരിക്കുന്നത് ജിയോ ഫൈബർ സിമ്പിൾ ആൻഡ് സുപ്പീരിയർ വോയിസ് കോളിങ്ങിൻ്റെ കേസ് തന്നെയാണ്. അത് നമുക്ക് ലാൻഡ് ലൈൻ കിട്ടുന്നുണ്ട്. അതേമാതിരി തന്നെ അവരുടെ ജിയോ കോൾ എന്ന് പറഞ്ഞ ആപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക വൈഫൈ കണക്റ്റഡ് ആയിട്ടുള്ള ഫോണിൽ കൂടെ നിങ്ങൾക്ക് സെപ്പറേറ്റ് നമ്പറിൽ നിന്ന് വിളിക്കാം. അതായത് നിങ്ങളുടെ ലാൻഡ് ഫോൺ നമ്പറിൽ നിന്ന് തന്നെ വിളിക്കാം. TV വീഡിയോ കോളിംഗ്, ഇതൊരു പുതിയ ഫീച്ചറാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ടെലികോൺഫറൻസിങ് ചെയ്യാമെന്നാണ് പറയുന്നത്. ടിവിയുടെ കൂടെ സെപ്പറേറ്റ് ഹാർഡ്വെയർ വെച്ച് കഴിഞ്ഞാൽ, ജിയോൻ്റെ ബോക്സും കാര്യങ്ങളും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലികോൺഫറൻസിങ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ US ഒരാളും ഇന്ത്യയിലിരിക്കുന്ന ഒരാളുമായിട്ട് നമ്മൾ TV കൂടെ കണ്ട് സംസാരിക്കാം എന്നുള്ളൊരു പുതിയ ഫെസിലിറ്റിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു സ്ലൈഡാണ് അവർ കാണിക്കുന്നത്. ഇൻസ്റ്റോൾ കാര്യങ്ങൾ നിങ്ങളത് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് TV+. എവരി TV വിൽ നൗ ബി സ്മാർട്ട്. 4K UHD TVയുടെ കേസും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം പിന്നെ വരുന്നത് ജിയോ ഫൈബർ. നിങ്ങൾക്ക് ഇത് കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പം നെക്സ്റ്റ് നമുക്ക് മെയിൻ കണ്ടൻറ്റിലേക്ക് പോകാം. ഇത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു, വീഡിയോ പോസ് ചെയ്യുക, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് കേട്ടോ. ഹോം നെറ്റ്വർക്കിംഗ്, ജിയോ ഫൈബർ, സെക്യൂരിറ്റി ആൻഡ് സർവൈലൻസ്. അതായത് സെക്യൂരിറ്റി ക്യാമറയൊക്കെ വൈഫൈ കൂടെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഗെയിമിംഗ്, മൾട്ടിപ്ലെയർ ഗെയിംസൊക്കെ കളിക്കാമെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന വെച്ച സംഭവം. ജിയോ ഫൈബർ പ്രീപെയ്ഡ് പ്ലാൻസ്, സ്പീഡ് അപ് ടു 100 Mbps, അൺലിമിറ്റഡ് ഹൈ സ്പീഡ് ഡാറ്റ ഫോർ 30 days. 30 ദിവസത്തേക്കാണ്. ജിയോൻ്റെ മാതിരി 28 ദിവസം കണക്കല്ല, ഇത് 30 ദിവസത്തേക്കാണ്. 699, 100 Mbps ആണ് സ്പീഡ് വരുന്നത്. 100 GB പ്ലസ് 50 GB എക്സ്ട്രാ എന്ന് പറയുന്നുണ്ട്.
പിന്നെ വരുന്നത് 849 പ്ലാനാണ്. ഇത് ബ്രോൺസാണ് 699. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ അസൈൻ ചെയ്തേക്കുന്നത് 699 പ്ലാനാണ്. പിന്നെ വരുന്നത് സിൽവർ പ്ലാനാണ്. സിൽവർ പ്ലാൻ വരുന്നത് 849 റുപ്പീസാണ്. 100 Mbps സ്പീഡിൽ 200 GB കിട്ടും. 200 GB എക്സ്ട്രയും കിട്ടും. ഫൈൻ. ഇതിൻ്റെ കൂടെ എല്ലാ പാക്കിൻ്റെയും കൂടെ വോയിസ് ഫ്രീ ആണ്. ടി വി വീഡിയോ കോളിംഗ് ഇൻക്ലൂഡഡ് വർത്ത് ₹1200 പെർ ഇയർ. പിന്നെ സീറോ ലേറ്റൻസി ഗെയിമിംഗ് പറയുന്നുണ്ട്, ഇൻക്ലൂഡഡ് 1200 പെർ ഇയർ. ഹോം നെറ്റ്വർക്കിംഗ്, കണ്ടന്റ് ഷെയറിംഗ് അറ്റ് ഹോം ആൻഡ് ഔട്ട്സൈഡ് ഇൻക്ലൂഡഡ്. ഒബ്വിയസ്ലി അത് ഒരു റൗട്ടർ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷേ അവരത് ഒന്ന് അഡ്വർടൈസിങ്ങിൽ പോർട്രേറ്റ് ചെയ്തതാണ്. ഡിവൈസ് സെക്യൂരിറ്റി നോർട്ടൺ അപ് ടു 5 ഡിവൈസസ്. അപ്പോൾ നോർട്ടൺ ആൻറ്റിവൈറസിൻ്റെ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും പാക്ക് തരുന്നതായിരിക്കും പറയുന്നത്. ഇതെനിക്കിപ്പോഴും കിട്ടിയിട്ടില്ല, ബ്രൗഷർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ജിയോ ടി വി, അതായത് നമ്മുടെ ടി വിയുടെ ഹാർഡ്വെയർ സെറ്റപ്പ് ബോക്സ് ഞാൻ അന്വേഷിച്ചിരുന്നു. അവരും പറഞ്ഞിരുന്നു നിങ്ങൾക്കൊരു മെയിൽ വരും, അറിയിക്കും, അപ്പോൾ നിങ്ങൾക്ക് കണക്ഷൻ എടുക്കാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. എനിക്ക് കിട്ടിയ ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. VR എക്സ്പീരിയൻസ് ഗോൾഡ് വരെയില്ല, ഡയമണ്ട് തൊട്ടേ ഉള്ളൂ. പ്ലാറ്റ്ഫോം ആക്സസ് ഇൻക്ലൂഡഡ്. പിന്നെ പ്രീമിയം കണ്ടൻറ്റ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ മൂവീസ്, സ്പെഷ്യൽ സ്പോർട്സ് കണ്ടൻറ്റ്, ഇതും ഡയമണ്ട് തൊട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്ലാൻസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോൺസ്, സിൽവർ, ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, ടൈറ്റാനിയം, ഇത്രയും ആണ്. അപ്പം 6 പ്ലാൻസ് ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഹോം ഡിവൈസസ്, ജിയോ ഹോം ഗേറ്റ് വേ വർത്ത് ₹500 ആൻഡ് ജിയോ 4K സെറ്റപ്പ് ബോക്സ് വർത്ത് ₹6400 ഉണ്ടെന്നാണ് പറഞ്ഞ വെൽക്കം ഓഫറിൽ. 3 months ജിയോ സിനിമ ആൻഡ് 3 months OTT ആപ്സ്, ആനുവൽ സബ്സ്ക്രിപ്ഷൻ OTT ആപ്സ്. ഇത്രയും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണെന്നാണ് പറയുന്നത്. 1 time പേയ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 time പേയ്മെൻറ്റ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പ്ലസ് നോൺ റീഫണ്ടബിൾ ഇൻസ്റ്റലേഷൻ 2500. അപ്പോൾ നമുക്ക് പ്ലാനുകളിലേക്ക് ഒന്നും കൂടെ പറയാം. 699 പ്ലാനാണ്. 699 പ്ലാൻ എന്ന് പറയുന്നത് 100 Mbps ആണ് വരുന്ന സ്പീഡ്. 100 GB പെർ മന്ത് ആണ്, പ്ലസ് 50 GB എക്സ്ട്രാ എന്ന് പറയുന്നുണ്ട്. അത് അഡീഷണൽ റീചാർജ് ആയിരിക്കും. പിന്നെ വരുന്നത് 849 പ്ലാനാണ്. 849 100 Mbps ആണ് സ്പീഡ് വരുന്നത്. 200 GB പ്ലസ് 200 GB അഡീഷണൽ വരുന്നുണ്ട്. ഗോൾഡ് വരുന്നത് 1299, അതായത് 1300 എന്ന് പറയാം. 1300-ന് 250 Mbps ആണ് സ്പീഡ് വരുന്നത്. 500 GB പെർ മന്ത് വരുന്നുണ്ട്, പ്ലസ് 250 GB എക്സ്ട്രാ വരുന്നുണ്ട്. ഇനി വരുന്ന പ്ലാനുകളിലാണ് ഞാൻ പറഞ്ഞ രീതിയിൽ പ്ലാറ്റ്ഫോം ആക്സസ്, VR എക്സ്പീരിയൻസും പ്രീമിയം കണ്ടൻറ്റും വരുന്നത്. അത് ഡയമണ്ട് തൊട്ടാണ് വരുന്നത്. ഡയമണ്ട് വരുന്നത് 2499 പെർ മന്താണ് വരുന്നത്. 500 Mbpsൻ്റെ കണക്ഷനാണ് വരുന്നത്. 1250 GB പ്ലസ് 250 GB ആണ് വരുന്നത്. 2499, അതായത് 2500 രൂപയ്ക്ക് 1250 പ്ലസ് 1250 GB, അതായത് 1.2 TBയും 250 GB എക്സ്ട്രാ ആണ് വരുന്നത്. 3999, അതായത് 4000 റുപ്പീസിൻ്റെ പ്ലാനുണ്ട്. അത് 1 Gbps ആണ് വരുന്നത്. 2500 GB യൂസ് ചെയ്യാം, അഡീഷണൽ ഒന്നുമില്ല. പിന്നെ വരുന്നത് ലാസ്റ്റ് പ്ലാൻ, ടൈറ്റാനിയം പ്ലാനാണ്. 8500 എന്നാണ് അവർ പറയുന്നത്. 8500 ആയിട്ട് നമുക്ക് റൗണ്ട് ചെയ്യാം. 1 Gbps ആണ് സ്പീഡ് വരുന്നത്. അൺലിമിറ്റഡ് ഇരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. 5000 GB യൂസ് ചെയ്യാന്നുള്ളതാണ് ബ്രാക്കറ്റിലിട്ടേക്കുന്നത്. ഇത്ര സാധനങ്ങളാണ് പ്രീപെയ്ഡുകളിൽ വരുന്നത്. അപ്പോൾ ഇൻസ്റ്റലേഷൻ പ്രീപെയ്ഡിൻ്റെ വരുന്നത് 2500 ആണ് അവർ മാർക്ക് ചെയ്തിരിക്കുന്നത്. 2500. ഇന്ന് നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ഇവർ ഫൈബറിൻ്റെ കേസ് പറയുന്നുണ്ട്. ബ്രോൺസ് പ്ലാനിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പം ഇതിൻ്റെ കൂടെ 100 Mbps ഇതാണ് പറയുന്നത്. അപ്പോൾ ആനുവൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോഴത്തേക്കും 2999 രൂപയുടെ ഒരു ബ്ലൂടൂത്ത് മ്യൂസ് 2 എന്ന് പറയുന്ന 6 watt ബ്ലൂടൂത്ത് സ്പീക്കർ സിസ്റ്റമാണ് കിട്ടുന്നത്. 4K TV അല്ല കേട്ടോ. അതൊന്നാമത്തെ കേസ്. രണ്ടാമത്തെ സിൽവർ പ്ലാനിൽ വരുന്നത് തമ്പ് 2 എന്ന് പറയുന്നത് ഒരു ആനുവൽ പ്ലാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10188 രൂപ വരും. അതിൻ്റെ കൂടെ തമ്പ് 2 എന്ന് പറഞ്ഞ ബ്ലൂടൂത്ത് സ്പീക്കറാണ് വരുന്നത്. അതും TV അല്ല കേട്ടോ. നെക്സ്റ്റ് വരുന്ന ഗോൾഡ് പ്ലാനാണ്. ഗോൾഡ് പ്ലാൻ തൊട്ടാണ് TV വരുന്നത്. അത് ഒരു വർഷത്തേക്ക് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 31,176 റുപ്പീസ് വരും. അപ്പോൾ TVയുടെ റേറ്റ് 12,990 എന്നാണ് പറയുന്നത്. അത് 24 ഇഞ്ചിൻ്റെ HD TV ആണ് കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ സെറ്റപ്പ് ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം 31,176 ആണ് ഗോൾഡ് പ്ലാൻ വരുന്ന 1 ഇയറിലേക്ക്.
ഡയമണ്ട് പ്ലാൻ വരുന്നത് മന്ത്ലി വരുന്നത് 2499 ആണ്, അതായത് 2500 രൂപയുടെ അടുത്ത് വരും. പക്ഷേ ഇയർലി അടയ്ക്കാന്നുണ്ടെങ്കിൽ 29,988. അതിൻ്റെ കൂടെ ഒരു 24 ഇഞ്ച് ടി വി HD TV കിട്ടും. ഡയമണ്ടിൻ്റെ കൂടെ 24 ഇഞ്ച് HD TV ആണ് 12,990. പിന്നെ വരുന്നത് പ്ലാറ്റിനം ആണെന്നുണ്ടെങ്കിൽ 3,999 പെർ മന്ത് വരും. 47,988 റുപ്പീസ് ഇയർലി അടയ്ക്കണം. ഇതിൻ്റെ കൂടെ ഒരു HD TV 32 ഇഞ്ചിൻ്റെ HD TV ഫ്രീ ആണ്. 22,990 ആണ് അവർ ടി വിയുടെ വില ഇട്ടേക്കുന്നത്. ഒരു കാര്യം കൂടെയുണ്ട്, സ്റ്റാർ ആസ്ട്രിക്സ് ആണ്. സ്റ്റാർ ഏത് കമ്പനിയുടെ ടി വി ആണെന്ന് പറഞ്ഞിട്ടില്ല, സ്മാർട്ട് ടി വി ആണോ എന്ന് പറഞ്ഞിട്ടില്ല. ഒരു HD TV തരുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് പ്ലാറ്റിനം നമ്മൾ പറഞ്ഞു ടൈറ്റാനിയം ആണ്. ടൈറ്റാനിയം പ്ലാനിൽ വരുന്നത് 8,499 പെർ മന്ത് ആണ് വരുന്നത്. 1,02,000 രൂപ വരുന്നത് കൂട്ടാം നമുക്ക്. 1,01,988 റുപ്പീസാണ് ഇവർ ഇട്ടേക്കുന്നത്. അതിൽ വരുന്നത് 43 ഇഞ്ചിൻ്റെ 4K TV ആണ് അവർ അതിൻ്റെ അകത്ത് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. 44,990 ആണ് ടി വിയുടെ വില പറഞ്ഞത്. എഗെയിൻ ടി വിയുടെ ഇത് പറഞ്ഞിട്ടില്ല, ടി വിയുടെ എന്താ പറയുക, ടി വി ഏത് കമ്പനിയാണെന്ന് പറഞ്ഞിട്ടില്ല, സ്മാർട്ട് ടി വി ആണോ എന്ന് പറഞ്ഞിട്ടില്ല, ഒരു ഡീറ്റെയിൽസും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇതെല്ലാം വിത്ത് 4K സെറ്റപ്പ് ബോക്സും അതേമാതിരി ഹോം ഗേറ്റ് വേ കണക്ഷനും കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ടാണ് ഈ പറയുന്നത്. പിന്നെ വെൽക്കം ഓഫറിനെ കുറിച്ച് പറയുന്നുണ്ട്. ബ്രോൺസ് നേരത്തെ പറഞ്ഞ പ്ലാനുകൾ തന്നെ, എൻ്റർടൈൻമെൻറ്റ് ആനുവൽ സബ്സ്ക്രിപ്ഷൻ, ഇതൊക്കെ നേരത്തെ കാണിച്ച സാധനങ്ങൾ തന്നെയാണ്. സേവിങ്സ് എക്സ്ട്രാ 2 മന്ത്സ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാൻസ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വീണ്ടും കാണാമെന്ന് ഞാൻ തറപ്പിച്ച് പറയുകയാണ്. ഞാനിത് മാക്സിമം സ്പീഡിലാണ്ടാണ് പോകുന്നത്. നെക്സ്റ്റ് വരുന്നത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസാണ്. അപ്പം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നത് 699 + 150 കൊടുത്തു കഴിഞ്ഞാൽ 849 പ്ലാനാവും. ബേസിക്കലി പ്ലസ് ഇട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് അപ്ഗ്രേഡ് പോസിബിൾ ആണ് എന്നുള്ളതാണ് എനിക്കിത് കണ്ടപ്പോൾ. ഓൾ പ്ലാൻസ് ആർ ആസ് ആപ്ലിക്കബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് അപ്ഗ്രേഡബിൾ ആണ് എന്ന് മാത്രമേ ഒരു അതിൻ്റെ അകത്ത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായുള്ളൂ. അപ്പം ഇത്രയാണ് നമ്മുടെ ഫുൾ ജിയോൻ്റെ ബ്രൗഷർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് എനിക്ക് തരാൻ നിവൃത്തിയില്ല, കാരണം ഇത് ഒരു 9 MB ഫയലുണ്ട്. ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കോപ്പിറൈറ്റിൻ്റെ ക്ലെയിമും ചിലപ്പോൾ വന്നേക്കാം. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഈ പറഞ്ഞ രീതിക്ക് പോസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ബ്രൗഷറിനെ കുറിച്ച് കൂടുതൽ വായിച്ച് നോക്കാവുന്നതാണ്. ഗൈസ്, ഒന്നുകൂടെ ഇരുത്തി ആലോചിച്ചപ്പം എഡിറ്റിംഗ് സമയത്ത് നമ്മൾ ഇത് ഒന്നും കൂടെ കണ്ടു നോക്കിയപ്പോഴത്തേക്കാണ് ഇതിനെക്കുറിച്ച് വേറൊരു ചോദ്യവും കൂടെ മനസ്സിൽ വന്നത്. നിങ്ങൾക്കും വരാവുന്നത് കൊണ്ട് ഞാനത് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്കും അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. ഇപ്പോൾ സപ്പോസ് 2 സിനാരിയോ ഞാൻ പറയാം. സിനാരിയോ നമ്പർ 1, ഇപ്പോൾ നിങ്ങൾ കണക്ഷൻ എടുത്തു, ജിയോ ഫൈബർ എടുത്തു, 1 കൊല്ലത്തേക്ക് പേയ്മെൻറ്റ് അടച്ചു, നിങ്ങൾക്കൊരു TV ഫ്രീ കിട്ടി എന്ന് വെക്കുക. നിങ്ങളൊരു ഗോൾഡ് പ്ലാനാണ് എടുത്തത്, നിങ്ങൾ ഗോൾഡ് പ്ലാൻ എടുത്തു, പൈസ അടച്ച് 1 കൊല്ലത്തേക്ക് പൈസ അടച്ച് TV കിട്ടി. പിന്നെ നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഫേസ് ചെയ്ത് നിങ്ങൾ ആ പ്ലാൻ ജിയോൻ്റെ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചിലവ് വരും എന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കേസ്, ഈ മേടിച്ച് ഫ്രീ ആയിട്ട് കിട്ടിയ TV നിങ്ങൾക്ക് സ്വന്തമായിരിക്കുമോ അതും അവർ തിരിച്ചെടുക്കുമോ എന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല. അപ്പം ഈ ഒരു സിനാരിയോ ഉണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തിൻ്റെ TV ആണ്, അത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞായിരുന്നു. എന്ത് TV ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ഫുൾ HD എന്ന് പറയുന്നുണ്ട്, അത് സ്മാർട്ട് TV ആണോ, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് ചോദ്യചിഹ്നങ്ങൾ ഇപ്പോഴും ബാക്കിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് തോന്നുന്ന ഡൗട്ട്സ് നിങ്ങളൊന്ന് കമൻറ്റിൽ ഇട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഒന്ന് പഠിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഉത്തരം കിട്ടുകയെന്നുണ്ടെങ്കിൽ ഞാൻ അതിനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും പറയാൻ വേണ്ടി വന്നതാണ്. അപ്പം പ്ലാൻസും ഡീറ്റെയിൽസും ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ ഫുൾ സ്ക്രീനിൽ എല്ലാ പേജുകളും ഫുൾ സ്ക്രീനായിട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ബ്രൗഷർ ഫുള്ളായിട്ട് വായിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ലാസ്റ്റ് പോയാൽ മതി. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പർട്ടിക്കുലർ ഡീറ്റെയിൽസ് വേറെ ആർക്കും പുറത്ത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. കാരണം എൻ്റെ ഓഫീസിൽ തന്നെ 2 പേരും കൂടെ കണക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരാൾക്ക് മാത്രമേ ഇത് കിട്ടിയിട്ടുള്ളൂ, മറ്റാൾക്ക് കിട്ടിയിട്ടില്ല, എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരാൾ കിട്ടിയ ആൾ എനിക്ക് ഷെയർ ചെയ്ത് തന്ന ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക. അതായത് ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് വിടുക. ജിയോൻ്റെ കണക്ഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് വിടുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്ത് അത് ഓൾ എന്ന് പറഞ്ഞ ഫീച്ചറിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും.
അപ്പം പിന്നെ എന്തെങ്കിലും സംശയമോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഞാനായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഇവിടെ വരും. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.